അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ ആങ്ങളുടെ വീടിൻ്റെ കുടിരിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടാണ് ഇന്ന് നമ്മളെ പരിപാടി. അപ്പോൾ ഏതായാലും ഇതാ സുബഹി ബാങ്ക് കൊടുക്കാനുള്ള സമയമായി തുടങ്ങി. ഉസ്താദുമാർ വന്നിക്കണ്, അതേമാതിരി തന്നെ നാത്തൂൻ്റെ വീട്ടത്തോലും എല്ലാവരും എത്തിക്കണം കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ രീതിക്കേക്കാറ് കേട്ടോ ചടങ്ങുകളൊക്കെ. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. അങ്ങനെ അതാ നമ്മളെ വാതിലൊക്കെ തുറന്നു, എല്ലാവരും അകത്തേക്കൊക്കെ കിടന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത പരിപാടി എല്ലാവർക്കും അറിയാലോ, പാല് കാച്ചുന്ന പരിപാടിയാണ്. ഇമ്മയും നമ്മളെ ഏട്ടത്തിയും ഒക്കെ നിൽക്കണം കേട്ടോ. ഓലൊക്കെ ഇതാ തിജൊക്കെ ഒന്ന് ഓലക്കൊടിമേലൊക്കെ ഇതാ കൊടുത്ത് കത്തിച്ചാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ തന്നെ അപ്ലോഡ് ആക്കിയെങ്കിലും വൈകാതെ തന്നെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടി മക്കളെ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, മ്യൂസിക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഭയങ്കര തൊണ്ടവേദന ഉണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, സൗണ്ടിനൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഏതായാലും മ്യൂസിക്കൊക്കെ ഒഴിവാക്കി വോയിസൊക്കെ കൊടുക്കുകയാണ്. എന്നാലും മെഡിയിലൊക്കെ നമുക്കറിയണ വലിയൊരു കുഴപ്പമില്ലാത്ത കുഞ്ഞു കുഞ്ഞു മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കും. കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ ഏതായാലും ഭയങ്കര സങ്കടമായിട്ടോ. ഞാൻ രാവിലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന് അപ്ലോഡ് ചെയ്തെടുത്ത വീഡിയോ ഞാൻ പിന്നെ 2 മണിയാണ് ഇപ്പോൾ ഈ എടുക്കുന്നത്. അപ്പോൾ അതാ പിന്നെ നമ്മൾ അഞ്ചത്തി കുറച്ച് നട്ട്സൊക്കെ എടുത്തതാണ്. നമ്മളെ അണ്ടിക്കുക്കുറുണ്ട്, ഈത്തപ്പഴമുണ്ട്, ബദാം പിസ്ത ഒക്കെ ഉണ്ട്. പിന്നെ ഉന്നക്കായ, ചട്ടിപ്പത്തിരി, കൽത്തപ്പം, ഹലുവ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ പാലിതാ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളക്കാനുള്ള പരിപാടിയിലാണ് നമുക്ക് നോക്കുക. അപ്പോൾ ഇതാ പാലൊക്കെ പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലായിരിക്കും പലയിടത്തും ചടങ്ങ്. ചിലവർ പാല് തിളച്ച് ചിന്തണം എന്നൊക്കെ പറയല്. അങ്ങനെ രാവിലത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞെങ്കിലും പിന്നെ വൈകുന്നേരമാണ് കേട്ടോ നമ്മളെ അടുത്ത ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ പിന്നെ ഒത്തുചേരുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് ആൾക്കാരൊക്കെ അതൊക്കെ ഏട്ടത്തിൻ്റെ മക്കളും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൊല്ലി വേദനയായിട്ട് വോയിസ് കൊടുക്കാനൊന്നും ഒരു സുഖമില്ല. എൻ്റെ കൊല്ലി പണി ശരിയായി വരുമ്പോഴത്തിന് നമുക്ക് നോമ്പൊക്കെ തുടങ്ങിയേക്കും. അപ്പോൾ ഇത് കാണുന്നൊരു സമയമല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉള്ളേ. അപ്പോൾ എനിക്ക് വെയിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അതും ഞാനൊന്ന് കാണിച്ചു തരാം. ചിലർക്ക് വീട് എന്നൊക്കെ പറയുമ്പോൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ വ്ളോഗൊന്നും ചെയ്യലില്ല, ഫുഡ് മാത്രമേ ഉള്ളൂ ഫുള്ള്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഏതായാലും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഡൈനിങ് ഹാളിൽ നേരെ ഒന്ന് TV വെക്കാനായിട്ടൊരു ഏരിയ, ഒരു ലിവിങ് സ്പേസ് എന്ന് പറയാം. നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ലിവിങ് ഏരിയയും കൊടുത്തേക്കണം കേട്ടോ. അതാ മാഷാഅല്ലാ, വീടിൻ്റെ പണിയൊക്കെ ഇൻറ്റീരിയറായാലും എല്ലാം നല്ല വൃത്തി തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇതാണ് ഡൈനിങ് ഹാള്. ഹാങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് നല്ല അടിപൊളിയാക്കിക്കണം. കർട്ടനും എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം കേട്ടോ. ശരിക്കും നമ്മൾ ആങ്ങളെ വിളിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് എല്ലാതിൻ്റെയും വിലയും മറ്റു കാര്യങ്ങളൊക്കെ ഓൻ പറഞ്ഞു തരും. പക്ഷേ ഇന്ന് ഞാൻ ഓനെ വിളിച്ചിട്ട് വീഡിയോ എടുത്താൽ വടിയും കൊണ്ടിട്ട് വീത്താലെ കൂടും. കാരണം ഏകദേശം ഒരു 4-5 ദിവസമായിട്ട് ഇവിടുന്ന് പോകാതെ വീട് പണി ഫുള്ളായിട്ട് പെട്ടെന്ന് കഴിക്കണം. റമദാനല്ലേ, പെട്ടെന്ന് കഴിക്കണം കരുതിയിട്ട് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഊണൂല്ല ഉറക്കൂല എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഓനൊന്ന് ഫ്രീ ആയിട്ട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്തിൻ്റെയും വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയണം ആഗ്രഹിക്കുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്താൽ മതി.
അപ്പോൾ അവരോട് ചോദിക്കാട്ടോ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിത്തരാം. ഇപ്പം നമുക്കത് നടക്കൂല. ഇപ്പം ഞാൻ അവനോട് വിലയും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, അത് ശരിയാവില്ല. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാൾക്ക്, അതായത് ആ ഒരു ഡൈനിങ് ഹാൾക്ക് കിടക്കണോടത്തുള്ളതാണ് കേട്ടത്. ഒന്ന് ടി വി വെക്കാനുള്ള സ്പേസ് ആയിട്ട്, പിന്നെ നേരെ ഓപ്പോസിറ്റ് ലിവിങ് ഏരിയ, പിന്നെ ഡൈനിങ് ഹാളിൽ നമ്മളെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് റെഡിയാക്കിയാണ്. പിന്നെ ഇതാ നേരെ പോണത് ഇതാ സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് നമ്മൾ വാഷ് ബേസും മറ്റു കാര്യങ്ങളും കൊടുത്തേക്കണേ. അതിനോട് തൊട്ട് ചാരിയിട്ട് തന്നെയാണ് നമ്മളൊരു ബെഡ്റൂം സെറ്റ് ചെയ്തേക്കണം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഒക്കെ ചെയ്തേക്കണം. അതായത് താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് കേട്ടോ കൊടുത്തേക്കണേ. അതേമാതിരി തന്നെ മുകളിലും 2 ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ എല്ലതും. പിന്നെ വരുന്നത് നമ്മളിതാ കേട്ടോ, നേരത്തെ കണ്ട ഒരു ബെഡ്റൂം, അത്യാവശ്യം സൗകര്യമുള്ള റൂം. എല്ലായിടത്തും ഇൻറ്റീരിയലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മളെ പിന്നെ ഇത് കണ്ടോ, വിളകൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആമിക്കുട്ടി നമ്മളെ വീഡിയോയിലൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. ഇവിടെ ആങ്ങളി പിന്നെ നാത്തൂനും അതുപോലെ തന്നെ 3 മക്കളും അടങ്ങിയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ ഓൽക്ക് എമ്പോഴും നല്ല സൗകര്യമുള്ള അത്യാവശ്യം നല്ല വീട് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ മുകൾക്കൊന്ന് പോയി നോക്കാം, സ്റ്റെയർ കേസൊക്കെ കയറിക്കാണ്ട്. അപ്പോൾ ഇതാ ഗ്ലാസ്, അതേമാതിരി ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റെയർ കേസൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കാം, ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറേ അതേമാതിരി ഹോം ടൂറിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ഇടലില്ല കേട്ടോ. ഇത് നമ്മളെ നിസ്കാർ റൂമാണ് കേട്ടോ. നിസ്കാർ റൂം പറഞ്ഞാൽ അതുപോലെ തന്നെ ഖുർആനും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ നിസ്കാർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്ലാൻ ചെയ്തപ്പോൾ പ്ലാൻ വരക്കുമ്പോൾ അങ്ങനെയാണ് വന്നത് കേട്ടോ. ഈ കാലുവേദനയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ താഴെ നിസ്കരിക്കേണ്ടി വരും. പിന്നെ ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനത്തെ ഹോം ടൂറിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്യലില്ല. എപ്പോഴും കുറേ മുന്നേ, ഏകദേശം ഒരു 1-2 വർഷം മുന്നേ ഒക്കെ ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ വലിയ ആങ്ങളെ താമസിക്കണം, അതേമാതിരി അനിയത്തിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞല്ലോ കുറേയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒന്നല്ല, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണ നേരത്തെ തന്നെ അതും കൂടി എടുക്കാറുണ്ടോ കുറച്ചും കൂടി നന്നായി എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം ഇനി തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഇതൊക്കെ മുകൾക്ക് കയറി വരുമ്പോൾ ഇതൊക്കെ ഡൈനിങ് ഹാളിൽ ഒരു സോഫ സെറ്റ് ചെയ്താണ് കേട്ടോ. ആ വാതിൽ കണ്ടത് ഓപ്പൺ ടെറസൊക്കെയുള്ള വാതിലാണ്, അതിനോട് ചാരിയിട്ടാണ് സോഫ അവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലൊക്കെ നല്ല ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്തത്. കാരണം ഇവിടെ നിന്ന് തന്നെ 2 ബെഡ്റൂം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കോണിയൊക്കെ ചെയ്തത് നമ്മൾ അതുപോലെ വുഡിൽ തന്നെയാണ് കേട്ടോ, വുഡും അതുപോലെ ഗ്ലാസ് കൊണ്ടാണ്. ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ. ഫർണിച്ചറും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാണ് കണ്ടോ. കർട്ടനും ഇൻറ്റീരിയലും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായാലും ഒക്കെ ഓരോരോ റൂമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ബുദ്ധിമുട്ടില്ല, എല്ലാ റൂമിലും ഉണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് നിങ്ങൾക്ക് കൊണ്ട് കുറച്ച് വലുതാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കുറച്ച് ആയിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു സ്റ്റെപ്പ് ഇട്ടൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് വെള്ളമൊന്നും ഇങ്ങോട്ടൊന്നും വരില്ല. അപ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതാ ഒരു ഓപ്പൺ ബാൽക്കണി ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ അങ്ങനെ ഇരിക്കാം, സമയമുള്ള ആൾക്കാർക്ക് കേട്ടോ.
ഏതായാലും ഒക്കെ നല്ല വൃത്തി തന്നെ ചെയ്തേക്കണം, പെയിൻറ്റിങ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ വീടിൻ്റെ ഫുള്ള് പെയിൻറ്റിങ് ആയിട്ട് എനിക്ക് ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇടയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുമ്പോഴേ വല്ലാത്തൊരു ചമ്മൽ. ലേശം വൈകുന്നേരം ആൾക്കാർ വരാനുള്ളൊരു സമയമൊക്കെ ആയി തുടങ്ങി. മുറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ നമുക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് മാത്രം ചെയ്യണം. ഞാൻ ഈ വ്ളോഗ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നമുക്കൊരു ലൈക്ക് തരണം. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് പണി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കും തന്നെ ചെയ്യാമല്ലോ. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുകയും. മുകളിൽ ഇതാ നമ്മളെ ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് നേരെ കൊടുത്തിട്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് ലൈറ്റ് ഇട്ടിട്ട്. അതിൻ്റെ മടി കൊണ്ട് ഞാൻ അതിൻ്റെ ലൈറ്റ് ഇപ്പോൾ താഴെയാണ്. ഇനിയിപ്പോൾ അത് പോയി ഇടണമല്ലോ എന്ന് കരുതിയിട്ട് അതിൻ്റെ ലൈറ്റ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ അത് നമ്മൾ ഇനിയൊക്കെ വരുമല്ലോ, ഹെഡിയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മുകളിലുള്ള വേറൊരു ബെഡ്റൂം കേട്ടോ. ഇതും തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അടിയിൽ നമ്മൾ മാർബിളാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറ്. പിന്നെ മുകൾ ഭാഗം നമ്മൾ കൊടുത്തിരിക്കുന്നത് മാർബോണൈറ്റാണ് കേട്ടോ. മാർബോണൈറ്റിലാണ് ചെയ്തിട്ടുണ്ട്. ഏതായാലും രണ്ടും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഒക്കെ നല്ല മാച്ചായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. കാർട്ടനായാലും മറ്റു കാര്യങ്ങളും ഒക്കെ. നമ്മൾ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി വന്ന് നേരെ ഇനി നമ്മൾ കിച്ചണിക്കാണ് പോകണേ. കിച്ചണിൻ്റെ ഡോറ് സെറ്റ് ചെയ്തത് ഗ്ലാസ്സിലാണ് കേട്ടോ. ഗ്ലാസും അതുപോലെ തന്നെ വുഡിലും കൂടിയാണ് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണൊന്ന് തുറന്ന് നോക്കുക. അത്യാവശ്യത്തിന് വലിപ്പമൊക്കെ ഉണ്ട്, വലിയ കിച്ചണൊന്നുമില്ല, എന്നാലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫ്രിഡ്ജും അതുപോലെ തന്നെ നമ്മളൊരു ടേബിൾ, ചെറിയ ടേബിൾ, ഫുഡൊക്കെ കഴിക്കാനുള്ള ടേബിളൊക്കെ സെറ്റ് ചെയ്തേക്കണം. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ, ഒന്നും അങ്ങനെ പുറത്തെടുത്തിട്ടില്ല കേട്ടോ. ഒക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചിലവർക്ക് ചെറിയ കിച്ചണാണ് ഇഷ്ടം, ചെറിയ അടുക്കളയാണ് നല്ലത്, അത് കൊണ്ട് നടക്കാൻ അതാണ് നല്ലത്, വലുതായാലും ഒക്കെ ക്ലീൻ ആക്കണ്ടേ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ.
പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ചെറിയ അടുക്കളയാണ് ഒന്നും കൂടി ബർക്കത്തുള്ളത് എന്നൊക്കെ പറയണം കിട്ടണേ. ഏതായാലും പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏതായാലും ഇതിങ്ങനെയാണ് കേട്ടോ. ഈ ഒരു വീടിൻ്റെ കിച്ചണ് വലിയൊരു വലിപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വലിപ്പങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. പിന്നെ അവിടെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോർ റൂമൊന്ന് തുറന്ന് നോക്കുക എന്തൊക്കെയാണ് ഇപ്പം ഞാൻ അവിടെ ഉള്ളത് നോക്കാമല്ലേ. ഒക്കെ അവിടെ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ അരിപ്പൊടി അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. മല്ലി, മുളക്, പച്ചരി, പഞ്ചസാര എല്ലാ വകകളും ഉണ്ട്. എല്ലാം ടിന്നിലാക്കി നല്ല വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ. നല്ല അടിപൊളിയായി സെറ്റ് ചെയ്താണ്. സ്റ്റോർ റൂമിൽ തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ നല്ല ഉണ്ട് കേട്ടോ. സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അച്ചാറ് കണ്ടിട്ട് ഞാൻ ആരും കൊതി കൂടേണ്ട മക്കളെ. പല ജാതി പല കോലത്തിലാണ് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്റ്റോർ റൂമിലെ അവസ്ഥ കേട്ടോ. വേണ്ടിയില്ലേ. അപ്പോൾ വീഡിയോ എനിക്കറിയില്ല കേട്ടോ എങ്ങനെ ഹോം ടൂർ ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. മാഷാ അല്ലാഹ് നമ്മൾ എടുത്തിയതൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം ഒക്കെ നല്ല വ്യൂസൊക്കെ കിട്ടി. ഇതെങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് കേട്ടോ. അങ്ങനത്തെ വീഡിയോ മറ്റേ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം ക്യാമറ ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ ഏതായാലും സ്റ്റോർ റൂമിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ വർക്ക് ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രിഡ്ജും ഇതൊക്കെ ഇതാ ഇങ്ങനെയാണ്. നേരെ പുറത്തായിട്ടാണ് വർക്ക് ഏരിയ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലൊക്കെ ഞാൻ മ്യൂസിക് ഇടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അപ്ലോഡ് ആക്കണം. നേരത്തെ കോപ്പിറൈറ്റ് വരുമോ എനിക്കറിയില്ല. അതിനൊന്നും നേരത്തെ തന്നെ മെയിലൊക്കെ വന്നതിന്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് കോപ്പിറൈറ്റിൻ്റെ ആ ഒരു മെയിൽ ഞാൻ കണ്ടത്. ഏതായാലും ഇതൊക്കെ നമ്മളെ പൊടി മറ്റ് കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ഷെൽഫ് ഉണ്ടാക്കിയിട്ട് അതിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാലേ ഇപ്പം അതിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും ഒന്നാണ് കാണുള്ളൂ. അപ്പോൾ അടുക്കള എന്ന് വെച്ചാൽ എല്ലാവരും അടുക്കള കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലേ. എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ മോഡൽ, എന്തെങ്കിലും മോഡൽ എക്സ്ട്രാ ഉണ്ടോ, ഞാനതൊക്കെയാണ് നോക്കൽ കേട്ടോ. എന്തെങ്കിലും മോഡൽ എക്സ്ട്രാ ഉണ്ടോ, എന്തെങ്കിലും ഭംഗിയുള്ള കാണുമ്പോൾ ഞമ്മക്കും അങ്ങനെ ചെയ്യാൻ എന്നൊക്കെ ആഗ്രഹിക്കാത്ത ഒരു പെണ്ണുങ്ങളും ഉണ്ടാവില്ല കേട്ടോ.
രാവിലെ നമ്മളെ പരിപാടി കുടിയിരിക്കുന്ന പരിപാടി കഴിഞ്ഞെങ്കിലും വൈകുന്നേരമാണ് കേട്ടോ ബന്ധുക്കളും മറ്റ് അടുത്ത ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഇതേമാതിരി മാനേജ്മെൻറ്റ് ആൾക്കാർക്ക് കൊടുത്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കാറ്ററിങ്ങിന് കൊടുക്കായിരിക്കും ഒന്നും കൂടി നല്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഫുഡൊന്നും വേസ്റ്റ് ആവില്ല. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ആവശ്യത്തിന് മാത്രമേ വിളമ്പി കൊടുക്കുള്ളൂ. മറ്റേത് നമ്മൾ ഫുഡൊക്കെ കൊണ്ട് വെച്ചാൽ വേണമെങ്കിലും അങ്ങനെ ഇട്ട് കുറേ വേസ്റ്റ് ആക്കണം കണ്ടുകണേ. ഇതായപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ വേസ്റ്റൊന്നും അങ്ങനെ കുറേ വന്നിട്ടില്ല കേട്ടോ. കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ പുറത്ത് അല്ലെങ്കിൽ അലക്കണ കല്ല്, ഈ തിരുമ്പാൻ കല്ല് എന്ന് പറഞ്ഞിട്ട് ചിലർക്കൊന്നും മനസ്സിലാവില്ല. അലക്കണ കല്ലാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഏതായാലും വീട് അത്യാവശ്യമൊക്കെ സെറ്റായി കഴിഞ്ഞാണ്. ചായ കൊണ്ടോ. പിന്നെ ഒരു 3 വിധം വെൽക്കം ഡ്രിങ്ക്സൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് മുന്തിരി ജ്യൂസ്, 2 പേരക്ക നമ്മൾ അടക്കപ്പായം, നമ്മളെ മലപ്പുറം ഭാഗത്ത് അടക്കപ്പായ ജ്യൂസ് എന്നൊക്കെ പറയും. പിന്നെ അതാ അപ്പുറത്തായിട്ട് നല്ല വെറൈറ്റി ടീകളുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ അല്ലേ. ഓറഞ്ച് ഉണ്ട്, മഞ്ഞ ഉണ്ട്, പിന്നെ ഒരു വേറൊരു ഓറഞ്ച്, നീല കളറ്, അങ്ങനെ വെറൈറ്റി ടീകളൊക്കെ ഉണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടീകൾ തന്നെയാണ്. അപ്പോൾ ആ നീല കളർ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കുടിച്ചാനൊരാഗ്രഹം കേട്ടോ. കുടിച്ചു നോക്കി, ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. ആൾക്കാരൊക്കെ അതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ്. കൊല്ലിക്ക് നല്ല വേദന ഉണ്ട്. കോപ്പി റൈറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വഹിക്കാൻ വരില്ലേ. ഇനി കോപ്പി റൈറ്റ് കിട്ടിയോണ്ട് പിന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ആക്കും വേണം. നാളെ മറ്റന്നാളൊക്കെ കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നോമ്പല്ലേ. അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള പരിപാടി ഒരുപാടുണ്ട്. ഇത് കണ്ടിരിക്കില്ലല്ലോ. അതുപോലെ തന്നെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ അങ്ങനെയൊന്നും എനിക്കെടുത്ത് ചെയ്യലില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ വേറൊന്നും പോയി നോക്കിയിട്ടുമില്ല. അതിനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ. രാത്രി ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി തുടങ്ങിയത്. പിന്നെ ഒരു കിടത്തേന്
രാവിലെ എണീറ്റ് കുട്ടികൾക്കൊക്കെ ചായ കൊടുത്താണ്ട് ഇരുന്നതാണ് ഞാൻ അതുപോലെ. അങ്ങനെ രാവിലെ ഇരുന്നെങ്കിലും ഒന്നും ആയില്ല. 2 മണിയായപ്പോൾ വീഡിയോ 2-2:30 ഇട്ടെങ്കിലും കോപ്പിറൈറ്റ് കിട്ടി. വീണ്ടും ഞാൻ വെട്ടിച്ചുരുക്കി അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ ഒഴിവാക്കി വോയിസ് കൊടുത്ത് ഇനി ഇതപ്പം ആവാനാന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ പണിക്കോ. അതെല്ലാവരും ഫുഡൊക്കെ തിന്നാൻ കേട്ടോ. ഫുഡിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് കാണിച്ചു തന്നെടുക്കാൻ ചായക്കട കൊടുക്കുന്നുണ്ട്. പൈസ ബിരിയാണി അതുപോലെ തന്നെ ചായയൊക്കെ കണ്ടിട്ട് തന്നെ എന്താ അറിയില്ല, നീല കളറൊക്കെ കണ്ടിട്ട് തന്നെ കുടിച്ചാത്തവൾ കൂടി കുടിച്ചാളും. അപ്പോൾ ഏകദേശം തിരക്കൊക്കെ അങ്ങനെ ഒഴിഞ്ഞ് ഒരു 9-10 മണിയായി തുടങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നെക്കി കൊടുക്കുക. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിക്കിട്ടുള്ളൂ കേട്ടോ. ആൾക്കാരെ എണ്ണം അങ്ങനെ കുറഞ്ഞ് വരികയാണ്. 10-10:30 ഏതായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണേ. ഒക്കെ നല്ല റാഹത്തായിട്ട് തന്നെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും അതുപോലെ തന്നെ നമ്മൾ എഡിറ്റിങ് വീഡിയോ ഇങ്ങനത്തെ ഹോം ടൂർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പാളിച്ചകളുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വെച്ച് തോന്നി അതും കൂടി എത്തി ഒന്നുകൂടി ക്ലിയർ ആയിരുന്നെങ്കിൽ ഫോൺ ഇങ്ങനെ പിടിച്ചെങ്കിൽ ഒന്നുകൂടി ഉഷാറായി നോക്കട്ടോ. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ തോന്നിയിട്ട് കാര്യമില്ല. ഇൻഷാ അള്ളാ നമ്മൾ പോണ സമയത്തൊക്കെ നമുക്ക് എടുക്കാം. എടുത്ത് തന്നെയാണ് കേട്ടോ വീട്, നമ്മളെ തറവാട്ട് വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. വലിയ ആങ്ങളുടെ വീട് ഞാൻ കാണിച്ചെന്ന് അത് തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇതും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എല്ലാവരും ആ ഒരു ഏരിയയിൽ തന്നെയാണ്. നമ്മളെ പേരേക്ക് പോകുമല്ലോ, അപ്പോൾ ഒക്കെ എടുക്കാം. അപ്പോൾ ഏതാ ചായ കുടിച്ച പോലെ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മോൻ്റെ മോനാണ് കേട്ടോ. നീരാളം വേണ്ടിയിട്ടൊന്നല്ല വെറുതെ ചായല്ലേ ചോദിച്ചു. പറഞ്ഞു ഒരുപാട് അറിയാത്തവർക്ക് അത് വലിയ ഇഷ്ടക്കേടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടോ. അല്ലാതെ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി കിടക്കണമെന്ന് എനിക്കങ്ങനെ പിന്നെ ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയൂല കേട്ടോ. അപ്പോൾ ഏതായാലും തിന്നാൻ പോവാണ്. തിന്നാൻ പോവാണ് കേട്ടോ. എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഞാൻ കാബി റൈസും ഒരു അൽഫാമിൻ്റെ കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. പൊറാട്ടനോട് നമുക്ക് പിന്നെ വലിയൊരു താല്പര്യം ഇല്ല മക്കളെ. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ലെങ്ത്ത് കൂടിയോന്ന് എനിക്കറിയില്ല. കുടിയിരിക്കലും അതുപോലെ ഫംഗ്ഷനും ഒക്കെ പാടെ കൂടുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വലുതായിരിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരിക. അതേമാതിരി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.